ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു കാട്ടിൽ പോയി അല്ലെങ്കിൽ തപസ് അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കുറേ നേരം ഇരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഒരു വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണിത്. മലകളിലും മറ്റുള്ള വിജനമായ പ്രദേശങ്ങൾ രഹസ്യമായി പോരുന്ന് ധ്യാനിക്കുക എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു താല്പര്യങ്ങളായിരുന്നു അത്. അങ്ങനെ ദൂരെ സ്ഥലങ്ങളിൽ പോയിട്ട് കാട്ടിലും മേട്ടിലൊന്നും പോയിട്ട് ധ്യാനിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിലും എൻ്റെ പറമ്പിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെറുപ്പത്തിലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിലും എനിക്ക് മണിക്കൂറുകളോളം ഇരുന്നിട്ട് കർത്തൃസന്നിധിയിലും ഒരു മടുപ്പ് തോന്നാതെ കർത്തൃസന്നിധിയിൽ ഇരുന്നിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള ഒരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഞാനത് പറയാൻ കാരണം ആ ഒരു സബ്ജക്റ്റ് ഒരിക്കൽ കണ്ണാശ്രമത്തിൽ കണ്ണുമുനിയുടെ വളർത്തുപുത്രിയായി വളരുന്ന ശകുന്തളയുടെ കഥ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. ശകുന്തള ഒരിക്കൽ നായാട്ടിനായി കാട്ടിലെത്തിയ ദുഷ്യന്ത മഹാരാജാവ് കണ്ടുമുട്ടി. രാജാവിന് ശകുന്തളയെ ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. ഏതാനും നാളുകൾക്ക് ശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങിയ ദുഷ്യന്തൻ അധികം വൈകാതെ ശകുന്തളയെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന ഉറപ്പും കൊടുത്തിരുന്നു. അങ്ങനെ വിരഹദുഃഖമായും ദുഷ്യന്തനെ ഓർത്തിരുന്ന ശകുന്തള ദുർവാസാവ് മഹർഷി ആശ്രമത്തിൽ എത്തിയത് അറിഞ്ഞില്ല. തന്നെ വേണ്ടതുപോലെ സ്വീകരിക്കാനും പരിചരിക്കാനും തയ്യാറാകാതെ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ശകുന്തളയെ കണ്ടപ്പോൾ മഹർഷി കോപം കൊണ്ട് ജ്വലിച്ചു. നീ ആരെ ഓർത്തുകൊണ്ടിരിക്കുന്നുവോ അവൻ നിന്നെ മറന്നു പോകട്ടെ. ആ ശാപം ശകുന്തളയുടെ ജീവിതം നിറയെ കണ്ണുനീർ വീഴ്ത്തിച്ചു. ഈ സംഭവം യാദൃച്ഛികമായിട്ട് എൻ്റെ മനസ്സിലേക്ക് പൊന്തി വന്നു. ഭർത്താവിനെ ഓർത്തിരിക്കുന്ന വിരഹിണിയായ ഒരു സ്ത്രീയുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവില്ലാത്തയാളുടെ തപശക്തിയിൽ എന്ത് ദൈവികതയാണ് ഉള്ളത്? എൻ്റെ ചിന്തയാണത്. തന്നെ പരിചരിക്കുകയും ആദരിക്കുകയും ചെയ്യാത്തവരെ ശപിക്കുന്ന മഹർഷിമാരുള്ള അധ്യാത്മത എന്താണ്? തങ്ങളെക്കാൾ കൂടുതൽ ശക്തിയും സ്ഥിതിയുമുള്ള വ്യക്തികളെ ദൈവത്തിൻ്റെ അടുത്ത ആളുകളായി കണക്കാക്കുക നമ്മുടെയൊക്കെ പതിവാണ്. അതീന്ദ്രിയ സ്ഥിതികളുള്ളവരെ ദൈവത്തിൻ്റെ അവതാരങ്ങൾ പോലുമായി കണക്കാക്കുന്ന ശീലം നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കുണ്ട്. പക്ഷേ എന്താണ് സത്യം? സ്ഥിതികൾ എപ്പോഴും ദൈവത്തിൽ നിന്നാകണമെന്നില്ല. സ്ഥിതികൾ ആത്മീയതയുടെ അളവുകോലുമല്ല. ചില ധ്യാന രീതികളും ആരാധനകളും അരൂപികളുടെ ലോകവും ആയി നമ്മെ ബന്ധപ്പെടുത്തും. ഈ അരൂപികൾ വഴി അതീന്ദ്രിയമായ അറിവുകളും ശക്തികളും സ്വന്തമാക്കാൻ ചിലർക്ക് കഴിയും. പക്ഷേ ഈ അരൂപികൾ ദൈവം അല്ല എന്ന സത്യം പലരും ശ്രദ്ധിക്കുന്നില്ല. മനുഷ്യനെ വഞ്ചിക്കാനും വശീകരിക്കാനുമായി ദുഷ്ടാത്മാക്കൾ പോലും മാലാഹമാരുടെ വേഷത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുക. വചനം പറഞ്ഞതാണ്. ശരിയെന്ന് തോന്നുന്ന ആത്മീയ ചിന്തകളിലൂടെ അനുഭവങ്ങളിലൂടെ അവർ മനുഷ്യാത്മാക്കളെ വഴിതെറ്റിക്കുന്നു. ദൈവത്തിൽ നിന്ന് തന്നെ കൃപാവരങ്ങൾ സ്വീകരിച്ച് വ്യക്തികളും പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാം. അപ്പോഴും അവർക്ക് ലഭിച്ച സിദ്ധികൾ പിൻവലിക്കപ്പെടുന്നില്ല. ദൈവം കൂടെയില്ലാത്ത സിദ്ധന്മാരുടെ ഏറ്റവും പ്രധാന ലക്ഷണമാണ് അഹങ്കാരം. അത് അഹങ്കാരമായിരിക്കും അവർക്കുള്ളത്. സ്വയം ദൈവമാകാനുള്ള പ്രവണത അവരുടെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അവർ മറ്റൊരു ലക്ഷണം കൂടി അവർക്കുണ്ട്. എന്നറിയോ? അവർ ക്ഷിപ്രകോപികളായിരിക്കും. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പല വ്യക്തികളും, ഞാൻ വ്യക്തികളെയോ സമൂഹത്തെയോ മതമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ പറഞ്ഞ സത്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത്തരം വ്യക്തികളിലെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം ദൈവം കൊടുത്ത കഴിവുകൾ, സിദ്ധികൾ ദൈവം തിരിച്ചു എടുക്കുന്നില്ല.
പക്ഷേ അവർ സ്വയം ദൈവമായിട്ട് അവരോധിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അവർ ഒരു എന്താ പറയുക, അവർക്ക് ഏറ്റവും പെട്ടെന്ന് അവരെ തിരിച്ചറിയാനുള്ള ഏകമാർഗം എന്ന് വെച്ചാൽ അവർ അഹങ്കാരികളായിരിക്കും, ഭയങ്കര അഹങ്കാരമായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിന് ഒരു പാവപ്പെട്ടവൻ പ്രാർത്ഥനാ സഹായമായി ഇത്തരം ആളുകളുടെ മുമ്പിൽ ചെന്നപ്പെട്ടാൽ അവർ ക്ഷിപ്രകോപികളായിരിക്കും. ഈ രണ്ട് കാര്യവും ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ആളുകൾ ആരെന്നുള്ളത് സ്വയം കണ്ടെത്തുക. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരങ്ങളും ഒരു വ്യക്തിയിൽ ഉള്ളപ്പോഴും അയാൾക്ക് സന്തോഷമോ സമാധാനമോ അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതിനാൽ വരങ്ങളും സവിശേഷ സ്ഥിതികളുമല്ല ആത്മീയതയുടെ അളവുകോല്. ഞാൻ വീണ്ടും പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരങ്ങളും ഒരു വ്യക്തിയിൽ ഉള്ളപ്പോഴും അയാൾക്ക് സന്തോഷമോ സമാധാനമോ അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതിനാൽ വരങ്ങളും ദാനങ്ങളുമല്ല സവിശേഷ സ്ഥിതികളുമല്ല ആത്മീയതയുടെ അളവുകോല്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ് ഒരു വ്യക്തിയുടെ ദൈവവും ആയുള്ള ഐക്യത്തിൻ്റെ അളവുകോല്. അല്ലാതെ അയവൻ കൈയുയർത്തി പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങൾ നടന്നു എന്നതുകൊണ്ട് അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. പൗലോസ്ലീഹ പറഞ്ഞു, അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, എന്നാൽ സ്നേഹമോ പണ്ടുയർത്തുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്നവർ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹമില്ലാത്തവൻ്റെ അറിവും പാണ്ഡിത്യവും സഭയെ പണ്ടുയർത്തുന്നതിന് പകരം അതിനെ ശിഥിലമാക്കുന്നു. ഇതാണ് ഇന്നത്തെ സഭാ സമൂഹങ്ങളിലെ വലിയൊരു പ്രശ്നം. ബുദ്ധിപരമായ സ്ഥിതികളും അരൂപികളുടെ സ്ഥിതികളും ധാരാളം അവർക്കുണ്ട്. എന്നാൽ സ്നേഹമില്ലാത്തതിനാൽ ഭിന്നതകളും കലകളും വർദ്ധിച്ചു വരുന്നു ഈ കാലഘട്ടത്തിൽ. പ്രിയമുള്ളവരെ, സ്ഥിതികളല്ല കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അതിന് എപ്പോഴും നമ്മൾ കാത്തിരിക്കണം. ആ നിറവ് നമുക്ക് ലഭിക്കും. നിറവില്ലാത്ത വ്യക്തികളിൽ അതിൽ കുടികൊള്ളുന്നത് കുറേ ബന്ധനങ്ങൾ മാത്രമായിരിക്കും. അഹങ്കാരം, ക്ഷിപ്രകോപം, അങ്ങനെ ഏറ്റവും വ്യക്തമായൊരു സംഭവമാണ് അഹങ്കാരം എന്നുള്ളത്. കുറച്ചൊക്കെ അവർക്ക് ഈ അരൂപിയിൽ വരദാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തി സ്വയമായിട്ട് ദൈവമായിട്ട് മാറുകയാണ്. എന്തെങ്കിലും ചോദിക്കാൻ ഒരു പാവപ്പെട്ടവൻ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് മുമ്പിൽ ചെന്നാലും അവർ ക്ഷിപ്രകോപികളായിട്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെയോ ആട്ടി ഓടിക്കും. അപ്പോൾ അവരിൽ വർത്തിക്കുന്നത് എത്തരം ആത്മാവാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ദൈവമേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ മുദ്രണം ചെയ്യപ്പെടണേ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.